السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونصلي ونسلم على رسوله الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. صدق الله العظيم. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധിനാഥനുമായ അല്ലാഹു ഈ ഭവനത്തിൽ പുണ്യമായ വെള്ളിയാഴ്ചയുടെ ഈ ദിവസത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരോടൊപ്പം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന് സുജൂദ് ചെയ്യുന്ന നിമിഷങ്ങൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിനമാണിത്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നാം ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഒന്ന്, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിനവും മറ്റൊന്ന് ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ ദേശസ്നേഹം അനുസരിച്ച് നാം ആഘോഷിക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ, അതായത് 1947 ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷം പിന്നിടുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അങ്ങനെ സന്തോഷിക്കുന്നു. മറ്റൊന്ന്, ഒരു മുസൽമാൻ എന്ന രീതിയിൽ പരിശുദ്ധനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവി കൊണ്ട മാസം എന്ന രീതിയിലും നാം സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. മക്കയിൽ നിന്ന് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് പോകുന്ന ഹിജ്റ പോകുന്ന സന്ദർഭം കുറച്ച് സംസാരിക്കുന്നുള്ളൂ. കുറച്ച് സമയം ഉള്ളതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ നിലയിൽ സംസാരിച്ച് അവസാനിപ്പിക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബായ തങ്ങൾ മക്കയിലെ കുഫാറകളുടെ ഉപദ്രവം അസഹനീയമായപ്പോ, ഏറെ കഠിനമായപ്പോ ഹബീബായ തങ്ങൾ മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ താൻ ജനിച്ചു വളർന്ന മക്ക സ്വദേശമാണ് ഹബീബായ തങ്ങളുടെ. ആമിന, അബ്ദുള്ള എന്നിങ്ങനെ മാതാവ് പിതാവെല്ലാം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വിശുദ്ധ മക്ക, നബിതങ്ങൾ കളിച്ചു വളർന്ന മക്ക, നബിതങ്ങളുടെ കുടുംബക്കാരുള്ള മക്കയോട് മാത്രമല്ല ഏറെ സ്നേഹിച്ചിരുന്ന അള്ളാഹുവിന്റെ ഭവനം വിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയിൽ നിന്ന് ഹബീബായ തങ്ങള് അവിടെ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ വിധിപ്രകാരം പോകുന്നതിന് മുമ്പ് നബിതങ്ങൾ ആ മക്കയുടെ മണൽത്തരികളെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ആ മണൽത്തരികളെ കയ്യിലേക്ക് എടുത്തിട്ട് നബിതങ്ങൾ ഇങ്ങനെ പറയുന്നത്,
നബിതങ്ങളുടെ ജീവിത പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിതങ്ങൾ ആ മണൽത്തരികളെ കയ്യിലേക്ക് എടുത്തിട്ട് നബിതങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ മക്കേ, നിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. കാരണം അള്ളാഹുവിന്റെ ഭവനം നിന്റെ മടിത്തട്ടിലാണ്. മാത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നാടാണിത്. ആ പാഠത്തിൽ നിന്ന് തന്നെ ഒരു മനുഷ്യന്, ഒരു മുസൽമാൻ എന്ന രീതിയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യന് എത്രത്തോളം താൻ വസിക്കുന്ന, താൻ ജീവിക്കുന്ന രാജ്യത്തോട് കൂറ് പുലർത്തണമെന്ന് ആ പ്രവാചകന്റെ ആ പാഠത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വദേശം, അവന്റെ രാജ്യത്തെ സ്നേഹിക്കുക, അവന്റെ നാടിനെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, അവൻ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പാഠമാണ്. അള്ളാഹു അങ്ങനെയുള്ളവരാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെങ്കോട്ടയിൽ പ്രസംഗം നടക്കുകയാണ്. പ്രസംഗിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. വേദിയിൽ ഇരിക്കുന്നത് ഗാന്ധിജിയാണ്, നെഹ്റു ഇരിപ്പുണ്ട്. അങ്ങനെ പ്രമുഖരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ച പ്രമുഖരായ ആളുകൾ ചെങ്കോട്ടയിലെ വേദിയിൽ യോഗത്തിനായിരിക്കുമ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. നെഹ്റുവിന്റെ ഭരണത്തിൽ, നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആദ്യമായി ആരാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച വന്നപ്പോ വേറെ ചർച്ചകളിലേക്കൊന്നും ഒരു പേര് പോലും വന്നില്ല. ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഞാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കൊരു പേരും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന മൗലാനയെ പിടിച്ചു കയറ്റി വിദ്യാഭ്യാസ മന്ത്രിയാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൗലാന ചെങ്കോട്ടയിലെ ആ സദസ്സിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു. മൗലാന പ്രസംഗം നിർത്തി. ഗാന്ധിജി സദസ്സിലുണ്ട്, ജവഹർലാൽ നെഹ്റു സദസ്സിലുണ്ട്. മഗ്‌രിബിന്റെ ബാങ്ക് കേട്ട ശേഷം അദ്ദേഹം നിസ്കരിക്കാനായി മാറി. പ്രസംഗം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആളുകളെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയാണ്. മൗലാന മഗ്‌രിബ് നിസ്കാരം നിർവഹിച്ച ശേഷം വീണ്ടും വന്ന് വേദിയിലേക്ക് ഇരുന്നു. ആരും മൂളിയില്ല. എന്താണ് നിർത്തിയത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർത്തിയതാണോ എന്നൊരു ചോദ്യമില്ല. അങ്ങനെ ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികന്മാർ കെട്ടിപ്പടുത്ത വിശുദ്ധമായ ഒരു നേട്ടമുള്ള ഒരു ഇന്ത്യ, നമ്മുടെ പൂർവികന്മാർ ഒരുപാട് പണിയെടുത്ത നാം വസിക്കുന്ന നമ്മുടെ ഇന്ത്യ, കേവലം മിനിറ്റുകൾ ഒന്ന് കൂടി ബാങ്കുലി ശകലം നീണ്ടുപോയാൽ ഏതൊക്കെ ആളുകൾ, പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, അവർക്കെല്ലാം എന്തോ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഗാന്ധിജി ഇരിക്കുന്ന, നെഹ്റു ഇരിക്കുന്ന സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ബാങ്ക് വിളിക്കുമ്പോൾ ആ പ്രസംഗത്തെ നിർത്തുന്നു മൗലാന അബുൽ കലാം ആസാദ്. എന്നിട്ടോ മഗ്‌രിബ് നിസ്കരിച്ച ശേഷം വീണ്ടും വന്ന് പ്രസംഗിക്കുന്നു. ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിമും, ഇന്ത്യയിലെ ഹിന്ദുവും, ഇന്ത്യയിലെ ക്രിസ്ത്യാനിയും ഒരേപോലെ ജീവിച്ച ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു നമുക്ക്. പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത ഒരു ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്, ആമുഖം ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് മുസ്ലിം, അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ക്രിസ്ത്യാനി, വി ദ പീപ്പിൾ ഓഫ് ഹിന്ദു എന്നൊന്നുമല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. തോളോട് തോൾ ചേർന്ന് നിന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന ഒരു വർഗത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നിഷ്ടം പ്രവർത്തിക്കാവുന്ന വിധം ഇന്ത്യയെ അങ്ങനെ മാറ്റിക്കൊടുക്കുന്ന ഒരു സന്ദർഭം. ഇന്ത്യയിലെ മുസ്ലിമും ഇന്ത്യയിലെ ഹിന്ദുവുമെല്ലാം ഒരുമിച്ച് നിന്ന് പണിയെടുത്ത, കെട്ടിപ്പടുത്ത ഇന്ത്യ. അവിടെ മതമുള്ള ഗാന്ധിജി ഉണ്ട്, മതമുള്ള നെഹ്റു, മതമുള്ള മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്, മതമില്ലാത്ത നെഹ്റു ഉണ്ട്. ഇവർക്കൊന്നും പരാതിയില്ലായിരുന്നു.
വെള്ളക്കാരനെ ഇവിടെ നിന്ന് ഓടിച്ചെങ്കിലും കൊള്ളക്കാരൻ ഈ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം പരിശോധിക്കേണ്ടത് ഇന്നിന്റെ രാജ്യത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നാം ഓർത്തെടുക്കേണ്ടത് നാളെ ആഗസ്റ്റ് 15 80ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ ഈ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തിരുന്നു എന്നതാണ്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെ ഒരുപാട് ധീരന്മാർ. ആരായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ? ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉമ്മ പറഞ്ഞേക്കുമ്പോൾ 2 ഉപദേശങ്ങൾ കൊടുത്തു. ഒന്നാമത്തെ ഉപദേശം, ബീഗം എന്ന് പറയുന്ന ഉമ്മ ഒന്നാമത് തന്റെ മകനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇന്ത്യയുടെ മൗലാന എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അല്ലമ ഇഖ്ബാല് മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്തെഴുതുന്നുണ്ട്. ഈ ഇന്ത്യയിൽ കുറുക്കന്മാരും ചെന്നായ്ക്കളും ഓരിയിടാനായി ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഗർജിക്കാൻ ഒരു സിംഹമില്ല. ഗർജിക്കുന്ന സിംഹമേ തിരികെ വന്നാലും എന്ന് പറഞ്ഞ് ഇഖ്ബാൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒരു കത്തെഴുതുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഗാന്ധിജി എല്ലാം ജയിലിലായി കഴിയുമ്പോ അവരെ മോചിപ്പിക്കാനായി മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് ഈ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആദ്യമായി മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉമ്മയുടെ അടുത്തു നിന്ന് യാത്ര പറഞ്ഞു തിരിക്കുമ്പോ ബീഗം എന്ന് പറയുന്ന ഇന്ത്യയിലെ ധീരയായ സ്ത്രീ തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം ഇതായിരുന്നു: മോനെ, ഒന്നാമതായി ഞാൻ പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ അതിൽ എന്റെ മോനൊരു പങ്കുണ്ടാവണം. മറ്റൊരു നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല നിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത്. മോൻ ഇവിടെ നിന്ന് യാത്രയായി, മോൻ അവിടെ ചെന്ന് കഴിയുമ്പോ, ഒരുപാട് പഠനം ലഭിച്ചു കഴിയുമ്പോ, ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ മോന്റെ കൈക്കും ഒരു പങ്കുണ്ടാകണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൽ. അങ്ങനെയുള്ള ഉമ്മമാരായിരുന്നു. രണ്ടാമത്തെ ഉപദേശം മൗലാന മുഹമ്മദ് അലി ജൗഹറിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ, ലണ്ടനിലെ കോച്ച് എന്ന തണുപ്പിൽ മോൻ ഒരിക്കലും തഹജ്ജുദ് നിസ്കാരത്തെ മുടക്കാൻ പാടില്ല. തന്റെ കൂട്ടുകാർ ഖമറുദ്ദീൻ എന്നവർ എഴുതി വെക്കുന്നുണ്ട്, മൗലാനയുടെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ കൂട്ടുകാർ ഉണർന്നിരുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ 80 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിയുടെ അടുക്കലേക്ക് ബോംബെയിൽ നിന്നും കപ്പൽ കയറി ലണ്ടനിലേക്ക് സംസാരിക്കാനായി പോകുന്നുണ്ട്. 80 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തി ടേബിൾ ടോക്കിന് വേണ്ടി ആര് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞേക്കുമെന്ന് ഗാന്ധിജിയോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ ഗാന്ധിജിക്ക് മറുപടിയായി മൗലാനയെ വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. മൗലാനയെ പറഞ്ഞയക്കുകയാണ്. കപ്പൽ കയറാൻ നിൽക്കുമ്പോ ആളുകൾ ചോദിച്ചു, അവിടെ ചെന്ന് കഴിയുമ്പോ ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കണമല്ലോ. വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ, നിങ്ങളുടെ പ്രകടന പത്രിക എന്താണ് എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നീളൻ ശർവാനിയുടെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഖുർആന്റെ പതിപ്പ് അദ്ദേഹം എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ചോദിച്ച ആളുകളോട് മറുപടി പറഞ്ഞു, വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങളുടെ പ്രകടന പത്രിക നാളെ അവിടെ സംസാരിക്കാനായി പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കുമല്ലോ. അദ്ദേഹം പറയുകയാണ്, നീളൻ ശർവാനിയുടെ ആ പോക്കറ്റിൽ നിന്നെടുത്ത ഖുർആനെ, ആ ചെറിയ പതിപ്പിനെ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇതാണ് എന്റെ പ്രകടന പത്രിക. ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ, ഇത് മാത്രമാണ് എന്റെ പ്രകടന പത്രിക എന്ന് അദ്ദേഹം പറയുകയാണ്. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ മലപ്പുറത്തെ കോട്ടക്കുന്നിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ എത്രയോ മഹാന്മാർ. അദ്ദേഹം അവസാനമായി ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. കരയുമ്പോ ബ്രിട്ടീഷുകാരൻ ചോദിക്കുന്നു, എന്റെ ധീരത ചോർന്നു പോയോ, നിങ്ങളുടെ ധീരത ചോർന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ ധീരതയൊന്നും ചോർന്നു പോയിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യമായി കരഞ്ഞത് 2 തവണ അദ്ദേഹം കരഞ്ഞു.
ഞാൻ ആദ്യമായി കരഞ്ഞത് ഒരു കാര്യം ഓർത്തിട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് നിങ്ങൾ പിടിക്കുന്നതിന് മുമ്പ് ഇറങ്ങുമ്പോ, എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോ, അതിനു മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ചെറുമകൻ, എന്റെ പേരക്കുട്ടി, 3 വയസ്സുള്ള എന്റെ പേരക്കുട്ടി എന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, വാപ്പാ, നിങ്ങൾ തിരികെ വരുമ്പോ എനിക്ക് മുട്ടായി മേടിച്ചുകൊണ്ട് വരണം. ഇനി എന്റെ ശരീരത്തിൽ വെടിയുണ്ടകള് തുളച്ചു കയറി ഞാൻ രക്തസാക്ഷിയായി കഴിയുമ്പോ എന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വീടിന്റെ ഉമ്മറപ്പടിയിൽ വെക്കുമ്പോ എന്റെ മടിയിൽ നിന്ന് മുട്ടായി, എന്റെ മടിയിലെ അരപ്പട്ടയിൽ നിന്ന് മുട്ടായി തിരയുന്ന എന്റെ പൊന്നുമോനെ കുറിച്ച് ഞാൻ ആലോചിച്ച് കരഞ്ഞു പോയതാണ്. അല്ലാതെ നിങ്ങളെ ഭയന്നിട്ടല്ല. വീണ്ടും കരഞ്ഞു. വീണ്ടും കരഞ്ഞപ്പോ ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. നെപ്പോളജൈസ്, മാപ്പെഴുതി തന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നിങ്ങളെ ഭയന്നിട്ടല്ല. എല്ലാവരെയും ബ്രിട്ടീഷുകാർ എല്ലാവരെയും കൊന്നുകളയുന്നത് കണ്ണ് കെട്ടും, തിരിച്ചു നിർത്തി മുതുകിനിട്ട് വെടിവെക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്റെ കണ്ണ് കെട്ടാൻ പാടില്ല, എന്റെ കണ്ണിലെ കറുത്ത തുണി അയച്ചു കളയണം. എന്നിട്ടോ എന്റെ നെഞ്ചിൽ ഞാൻ നോക്കി നിൽക്കണം, എന്റെ നെഞ്ചിലേക്ക് ബുള്ളറ്റുകൾ തുളച്ചു കയറുന്നത്. ധീരതയോടെ എനിക്ക് മരണത്തെ നേരിടണമെന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ടിപ്പു സുൽത്താൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, മുസ്ലിമാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതം തന്നെ ബലിയർപ്പിച്ചു എന്ന് വേണം പറയാൻ. ടിപ്പു സുൽത്താന്റെ അവസാനം ആളുകൾ ചതിച്ച് ശത്രുക്കൾ കൊന്നുകളയുമ്പോ, ബ്രിട്ടീഷുകാർ കൊന്നുകളയുമ്പോ അദ്ദേഹത്തിന്റെ ചങ്കിൽ ചവിട്ടി, ചേതനയറ്റ അദ്ദേഹത്തിന്റെ ചങ്കിൽ ചവിട്ടി അവരപ്പോൾ മാത്രമാണ് പറഞ്ഞത്, ഇന്ത്യ ഈസ് ടുഡേ, ഇന്ത്യ ഈസ് അവേഴ്സ്. ഇപ്പോഴാണ് ഈ ഇന്ത്യ ഞങ്ങളുടേതായി മാറിയത്. അത്രയ്ക്ക് ധീരതയായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ പറ്റി വിദ്യാഭ്യാസമില്ലാത്തവർ, മൂടന്മാർ എന്നൊക്കെ ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ശക്തികൾ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ആദ്യത്തെ നെഹ്റുവിന്റെ ഭരണത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ മന്ത്രി അതൊരു മുസ്ലിം ആയിരുന്നു, മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക. ഞാൻ ആദ്യം ആമുഖത്തിൽ പറഞ്ഞു വെച്ചതുപോലെ വെള്ളക്കാർ ഈ രാജ്യത്ത് നിന്ന് പോയി കാണും, പക്ഷേ ഇപ്പോഴും കൊള്ളക്കാർ ഈ രാജ്യത്തുണ്ട്. അന്ന് ചെങ്കോട്ടയിൽ പ്രസംഗം നടത്തിയപ്പോ മഗ്‌രിബ് ബാങ്ക് വിളിച്ച് നിസ്കരിക്കാനുള്ള ടൈമിന് വേണ്ടി അന്നുള്ള ആളുകൾ, അന്നത്തെ മനസ്സിൽ കളങ്കമില്ലാത്ത ആളുകൾ കാത്തിരുന്നെങ്കിൽ, ഇന്നുള്ള ഒന്ന് വെളിയിലേക്ക് അറിയാതെ മൈക്ക് കൊടുത്തു പോയാൽ, അല്ലെങ്കിൽ ബാങ്കിന്റെ സമയം അല്പം കൂടി പോയാൽ കാത്തിരിക്കുകയാണ് കഴുകന്മാർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഇന്ത്യയില് ഗാന്ധിജി മേടിച്ചു നൽകിയ, നെഹ്റു മേടിച്ചു നൽകിയ, മൗലാന അബുൽ കലാം ആസാദ് പണിയെടുത്ത, ദൈവബന്ദി ഉലമാക്കൾ പണിയെടുത്ത, ദൈവബന്ദി ഉലമാക്കളെ പറ്റി പറയുമ്പോ, ദൈവബന്ദി ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ഖാസിനി ബിരുദം മേടിച്ചു വരുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. അതിന്റെ സ്ഥാപകന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തു എന്നുള്ളതാണ്. അവരെല്ലാം പണിയെടുത്ത് അവസാനം ജയിലറകളിൽ കഴിയുമ്പോൾ പോലും അവർ മതത്തെയും വിട്ടിട്ടില്ല. അവരെല്ലാം മതത്തിൽ അടിയുറച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തു. റമളാനില് ഏറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനെ പിടിച്ചിടുമ്പോ അദ്ദേഹം എല്ലാ റമളാനിലും ഖത്മ കേട്ട് നിസ്കരിച്ച, തറാവീഹ് നിസ്കരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ ജയിലിൽ അടച്ച ആ റമളാനിൽ അദ്ദേഹത്തിന് ഖത്മ കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിതനായിരിക്കുമ്പോ തന്റെ ശിഷ്യൻ ഓരോ ദിവസവും ഓരോ ജുസു വീതം ഖുർആൻ പഠിച്ച് തന്റെ ഉസ്താദിന് ഖത്മ തീർക്കുന്ന നിലയിൽ ഇമാമത്ത് നിന്ന് കാണിച്ചു കൊടുത്തു. ഒരുപാട് ത്യാഗപ്പെട്ടു വന്ന ഇന്ത്യ, ആ ഇന്ത്യക്ക് വേണ്ടി നാം ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ ഹബീബായ തങ്ങളും മക്കയെ എത്രമാത്രം, സ്വദേശത്തെ എത്രമാത്രം സ്നേഹിച്ചോ അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇവരെല്ലാം സ്നേഹിക്കേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അത് മാത്രമല്ല, നാം ഇപ്പോൾ മറ്റൊരു കാര്യത്തിൽ സന്തോഷിക്കുന്നത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തിലേക്ക് പൂജാതനായി അള്ളാഹു തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ഹബീബായ തങ്ങള് പൂജാതനായ മാസത്തിന്റെ ആദ്യ ദിനത്തിലാണ് നാം ഉള്ളത്.
റബീഉൽ അവ്വൽ 1 സലാത്തുകൾ അധികരിപ്പിക്കേണ്ട, ഹബീബായ തങ്ങളെ പറ്റി കൂടുതൽ അറിയേണ്ട, പഠിക്കേണ്ട, കേവലം അതിലെല്ലാം ഉപരി ഹബീബായ തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വരെ ചേർക്കേണ്ട ഒരു മാസത്തിലൂടെയാണ്, അതിന്റെ ആദ്യ ദിനത്തിലാണ് നാം ഉള്ളത്. ഒരു 3 സലാത്ത് പറയും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറയ്ക്ക് ഞാൻ പോയിരിക്കുമ്പോൾ, ഞാൻ ആദ്യമായി മദീനയിലേക്ക് പോയി പിറ്റേ ദിവസം ഒരു ഓർമ്മ പങ്കുവെക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും മദീന പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് പോയി. ആദ്യമായ പച്ചക്കുപ്പ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ നബിതങ്ങളുടെ ഓർമ്മകൾ, നാം ഇവിടെ നിന്ന് സലാത്തിപ്പോ പറഞ്ഞപ്പോ മൈലുകൾ താണ്ടി ഏറെ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന പരിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ സലാത്തിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെ പേരും മലക്കുകൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായി ഞങ്ങൾ ആ പച്ചക്കുമ്പ് കണ്ടപ്പോ മനസ്സിൽ വല്ലാത്ത ഒരു തേങ്ങലാണ്. ഉംറയ്ക്കും ഹജ്ജിനായൊക്കെ പോയി കഴിയുമ്പോൾ 4 സന്ദർഭങ്ങളിൽ ഒരിക്കലും മറക്കില്ല. 4 സന്ദർഭങ്ങൾ. ഒന്ന്, വിശുദ്ധമായ കഅബ ആദ്യമായി കാണുന്ന സന്ദർഭം ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ ഒരിക്കലും മറക്കാത്ത സന്ദർഭമാണ്. രണ്ടാമത്തേത്, വിശുദ്ധമായ കഅബയിൽ നിന്ന് പിരിയുന്ന ദിവസം, സലാം പറഞ്ഞ കഅബയോട് പിരിയുന്ന ദിവസം ഒരു ഉംറ ചെയ്ത മനുഷ്യനും ഹജ്ജ് ചെയ്ത മനുഷ്യനും എപ്പോഴും ഓർമ്മയിൽ കിടക്കുന്നതാണ്. മൂന്നാമത്തേത്, പരിശുദ്ധമായ ഹബീബിന്റെ റൗള, ആ പച്ചക്കുമ്പ ആദ്യമായി കാണുമ്പോൾ തേങ്ങലാണ്. കാരണം നമുക്ക് വേണ്ടി പ്രയത്നിച്ച 23 വർഷക്കാലം ഈ ലോകമെന്താണ്, നഖം വെട്ടുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെ പഠിപ്പിച്ചു നിന്നുപോയ മഹാമനുഷ്യ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമാക്കി നൽകട്ടെ നബിയെ എന്ന് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ തിരിച്ച് മറുപടി പറഞ്ഞത്, എനിക്ക് വേണമെന്നല്ല, എനിക്ക് വേണ്ട ആത്മീയ പരിത്യാഗത്തിന്റെ അനന്ത വല്ലരികൾ തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള സ്നേഹത്തെ, നമുക്ക് സ്നേഹമുള്ളവരാണ് ഒന്നുകൂടെ ഉറപ്പിക്കേണ്ട. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് വെറുതെ ഈ മാസത്തിൽ മാത്രം എന്തോ കാണിച്ചു കൂട്ടിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. റോഡിലൂടെ റിബൺ കെട്ടിയാലോ ബലൂൺ കെട്ടിയാലോ കൂട് പച്ച കെട്ടിയാലോ ഒന്നും നമ്മള് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമായി കണക്കാക്കരുത്. നബിയെ സ്നേഹിക്കേണ്ടത് നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തായിരിക്കണം. അല്ലാഹു അങ്ങനെയുള്ള യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.